കുറച്ചു നാളത്തെ അടുപ്പമേ ഉള്ളെങ്കിലും നിങ്ങൾ എനിക്ക് ഒരു സഹോദരിയെ പോലെയാ ശാരദാമ്മേ. ഈ നല്ല മനസ്സ് ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നുണ്ട് ഞാൻ. നിങ്ങളെ പിരിയാൻ എനിക്കും വിഷമമുണ്ട്. വല്ലപ്പോഴൊക്കെ ഈ വഴി വരണം. വേറെ ആരും ഇല്ലാത്തവളാ ഞാൻ. അയ്യോ രാജമ്മേ, രാജമ്മേ മോനെ. രാജമ്മേ ഇത് കൈവച്ചോളൂ. അതിന്റെ ആവശ്യമില്ല മോനെ. ഈ കാട്ടിലെ മൃഗങ്ങൾക്കും പാമ്പുകൾക്കും പോലും ഈ രാജ്യമേ പരിചയ. മതമിളകിയ കാട്ടാനയോ കരിമ്പുലിയോ കരടിയോ ഒന്നും രാജ്യമേ ഒന്നും ചെയ്യില്ല. കാട്ടിലെ മൃഗങ്ങളെ അല്ല രാജ്യമേ സൂക്ഷിക്കണ്ടേ, നാട്ടിലെ ഇരകാലി മൃഗങ്ങളെയാ. ഇര തേടി അവര് ചിലപ്പോ നാടിറങ്ങും. അപ്പൊ രാജ്യമയ്ക്ക് ഉപകരിക്കും. പിന്നെ ആരുമില്ലെന്നുള്ള സങ്കടമൊന്നും വേണ്ട. ശാരദാമ്മയ്ക്കുള്ളതുപോലെ തന്നെ കരുത്തുള്ളൊരു മകൻ രാജ്യമ്മയ്ക്കുണ്ട്. ഈ രാജ്യമ്മയ്ക്കൊരു പേടി തോന്നിയ ഈ മകനിവിടെ പറന്നെത്തും. ഇതുവരെ കാണുന്നില്ലല്ലോ. 10 മണിന്നല്ലേ സാർ പറഞ്ഞിരുന്നത്? സമയമാകുന്നല്ലേ ഉള്ളൂ. സാർ ഈ നുണ പരിശോധനയെന്ന് പറയുമ്പോ എങ്ങനെയാ? അല്ല, ഞാന് ഇതുവരെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. തനിക്ക് ഇപ്പം തന്നെ കാണുമോ നിർബന്ധമാണോ? സോറി സാർ. ചന്ദ്രബോസ് കാത്തുനിന്ന് മുഷിഞ്ഞെന്ന് തോന്നുന്നു. സ്ഥലം സിയുടെ പ്രസൻസ് വേണമല്ലോ മാഡം. സ്ഥലം സിയെയോ അതോ ചിറ്റപ്പനോ? മാഡം, ഞാൻ സുസ്മിതയുടെ ചിറ്റപ്പനാവുന്നത് ശരിയെന്നെ. പക്ഷേ ഡ്യൂട്ടിക്കിടെ ചന്ദ്രബോസ് സ്വന്തം ബന്ധങ്ങൾ നോക്കാറില്ല മാഡം. സുസ്മിത പ്രശ്നത്തിലായ കഴിഞ്ഞ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് 36 കോളുകൾ. അത് കൊച്ചുമോള് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങിയോന്നൊക്കെ അറിയാൻ ചിറ്റപ്പം വിളിച്ചതായിരിക്കും അല്ലേ? അത് തികച്ചും പേഴ്സണലാണ് മാഡം. ചന്ദ്രബോസ്, ഈ കോളുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് 10 മിനിറ്റ് തികച്ചു വേണ്ടാന്നറിയാലോ. ഡീറ്റെയിൽസ് എടുക്കണം മാഡം. അങ്ങനെങ്കിലും എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. എന്നെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയെ നിർത്തരുത് മാഡം. സത്യസന്ധനായ ഒരു ഓഫീസറാണ് ഞാൻ. മാഡത്തിന് എന്നെ തീർത്തും വിശ്വാസമില്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം മാഡം. ഞാൻ കോൾ ഡീറ്റെയിൽസ് എടുക്കാനൊന്നും പോകുന്നില്ല ചന്ദ്രബോസ്. ആരെയും ട്രാൻസ്ഫർ ചെയ്യാനും ഉദ്ദേശമില്ല. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി ആയിരിക്കുന്നിടത്തോളം കാലം ചിറ്റപ്പനോ കുഞ്ഞമ്മയോ ആരിടപെട്ടാലും ഈ കേസിന്റെ സത്യം തെളിയും. എല്ലാം റെഡിയല്ലേ? റെഡിയാണ് മാഡം. ഹലോ സാർ. ഇങ്ങോട്ട് വാടി. സാർ,
നീ ഇങ്ങോട്ട് വാ. ചിറ്റപ്പ പറയട്ടെ. ഓക്കെ സാർ. ശരി സാർ. ചിറ്റപ്പനെന്താ ഇവിടെ? നിന്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ അറിയണ്ടടി. ഓരോ അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ട് എടി നിന്നോട് ആരാടി കിഡ്നാപ്പിംഗ് നാടകമൊക്കെ നടത്താൻ പറഞ്ഞേ? അത് പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ചിറ്റപ്പ. ആസൂത്രണം ചെയ്ത പോലെ നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇതിനിടയിൽ ആ ശാലിനി കയറി വന്ന് എല്ലാം കുളമാക്കി. എന്താ ആസൂത്രണം അടി നീ നടത്തിയത്? നുണ പരിശോധന ഒഴിവാവാൻ ഒളിവി കഴിയാന്നോ? അല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ അത് കിഡ്നാപ്പിംഗ് ആണല്ലോ. എന്നിട്ടിപ്പോ മൊത്തം മുളിഞ്ഞില്ലേ? എടി ഞാനിപ്പോ നിന്റെ ചെട്ടിപ്പനാന്നുള്ള കാര്യം എല്ലാരും പറഞ്ഞില്ലേ? അത് എന്റെ കുഴപ്പം കൊണ്ടാണോ ചിറ്റപ്പ? പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാടി? എടി നുണ പരിശോധന നൂരാൻ ഒരു വഴി കണ്ടുപിടിക്കാന്ന് ഞാൻ വാക്ക് തന്നല്ലേ? അതിനിടെ കൂടെ അവിടെ ഒരു പ്ലാൻ ഉണ്ടായി കൊണ്ടുവന്നേക്കുന്നു. സോറി ചിറ്റപ്പ, പറ്റിപ്പോയി. അത് വിട്. ഇനി എന്താ നിന്റെ പ്ലാൻ? പ്ലാനോ? ഞാൻ തീർന്നു ചിറ്റപ്പ. ചെവിക്കുറ്റിക്കടിച്ച് ഭാമാന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. നുണപരിശോധനയിൽ കൂടെ പരാജയപ്പെടുന്നോടെ എല്ലാം തീർന്നു. വിചാരണയുടെ ഒന്നും ആവശ്യമില്ല. സെൻട്രൽ ജയിലേ എനിക്ക് മുന്നിലുള്ളൂ. എടി തീർന്നെന്നാരാ പറഞ്ഞേ? എടി ചിറ്റപ്പനുള്ളപ്പോ നിന്നെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തായിരിക്കൂ. ഇവിടുന്ന് സെൻട്രൽ ജയിലിലേക്കല്ല, നിന്റെ ഭാമാന്റെ വീട്ടിലേക്കാണ് നീ മടങ്ങിപ്പോ. ഇതിലൊരെണ്ണം കഴിച്ചിട്ട് ധൈര്യമായിട്ട് നുണ പരിശോധനയ്ക്ക് കയറിക്കോ നീ. ഇതുകൊണ്ട് എന്താ ഗുണം? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാവല്ലോ. നമ്മുടെ മാനസിക സമ്മർദ്ദം, ശ്വാസഗതിയിലെ വ്യതിയാനം, രക്തസഞ്ചാരം, ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റിന്റെ മാറ്റം, ഇതൊക്കെ അളന്ന പോളിഗ്രാഫ് ടെസ്റ്റിൽ ഒരാൾ നുണ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരെണ്ണം കഴിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും ഒക്കെ നോർമലായിരിക്കും. എന്നുവെച്ചാ? എടി നീ നോർമൽ ആയിരിക്കുമെന്ന്. കള്ളം പറയുമ്പോഴും നിന്റെ ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും ഒന്നും മാറില്ല. അത് വ്യത്യാസം ഉണ്ടാകാത്തിടത്തോളം നീ സത്യം മാത്രമോ പറയുന്നെന്ന് എല്ലാരും കരുതിക്കോളൂ. എടി നിന്നെ പിടിക്കാൻ ഒരു പഴുതും ഉണ്ടാകില്ല എന്ന് ചുരുക്കം. അപ്പോ എടി നുണ പരിശോധനയിൽ നിനക്ക് ക്ലീൻ ഷിറ്റ് ഇപ്പോഴേ ഉറപ്പിച്ചോ. നിന്റെ ഭാമാൻഡി പറഞ്ഞതുപോലെ നീ നുണ പരിശോധനയ്ക്ക് തയ്യാറായി. അതിൽ നിരപരാധിയാൻ തെളിഞ്ഞാൽ പിന്നെ നിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാവില്ല. ഇത് നിനക്ക് ഈ കേസിൽ നിന്ന് ഊരാനുള്ള ഒരു ഗോൾഡൻ ചാൻസാ മോളെ. താങ്ക്സ് ചിറ്റപ്പ, താങ്ക് യു സോ മച്ച്. ചിറ്റപ്പ, പിന്നെ രോഹിത്തിന്റെ കാര്യം? അത് വിശദമായിട്ട് സംസാരിക്കാനുള്ളതാ. നീ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. നീ പെട്ടെന്ന് കഴിച്ചിട്ട് വാ. നിന്നെ ഇപ്പോ ടെസ്റ്റിന് വിളിക്കാൻ ആള് വരും. ഞാൻ പുറത്തേക്ക് ഇരിക്കാം. അല്ലെ പിന്നെ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നീ വെള്ളം കുടിക്കാൻ കയറുതാന്നല്ല ഞാൻ പറഞ്ഞോളാം. ഓക്കെ? ദൈവം ടാബ്ലറ്റായി മുന്നിൽ അവതരിച്ചിരിക്കുകയാണല്ലോ. കലിയുഗത്തിൽ അങ്ങനെയും സംഭവിക്കായിരിക്കും. കൊള്ളാം. ഇതായിട്ടെന്തിനാ ബാക്കി വെക്കുന്നത്? ഒന്നുകൂടി കഴിച്ചാ റിസൾട്ട് കൂടുതലേ ഉള്ളൂ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇതൂടെ അങ്ങ് കഴിച്ചേക്കാം. ഇപ്പൊ ഓക്കെയാണ്. സുസ്മിതേ, അങ്ങോട്ട്
ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഭാഗ്യം അവര് കണ്ടില്ലാന്ന് തോന്നുന്നു. വാ. ആ, ഞാൻ എപ്പോഴാ റെഡിയാ. സുസ്മിത എവിടെ? ഇപ്പൊ വരും മേഡം. കുറച്ച് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത്രയും നേരം വെള്ളം കുടിക്കാൻ ആനയൊന്നും അല്ലല്ലോ അവള്. വന്നു മേഡം. അങ്ങോട്ടിരിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം മേഡം. എല്ലാം ഓക്കെ അല്ലേ? ആ അതെ, ഓക്കെയാണ് മാഡം. ഇത് നോർമൽ ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും ആണ്. റെഡിയല്ലേ? റെഡിയാണ് മേഡം. സുസ്മിതേ, നമ്മൾ ഇനി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സംഗതി ഇത്തിരി സീരിയസ് ആണ്. ഇനി നീ പുറം ലോകം കാണണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോ ഇവിടെ വെച്ചായിരിക്കും. ഇത്രയും ബിൽഡപ്പിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. മാഡത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തന്നതല്ലേ. ഇതിപ്പോ ഏതോ തീവ്രവാദിയെ സാഹസികമായി പിടികൂടിയ സെറ്റപ്പാണല്ലോ. എന്റെ ചോദ്യങ്ങളുമായി നീ സഹകരിച്ചില്ല സുസ്മിത. അതാ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. മാഡം എന്നെ പിടിച്ച് ലോക്കപ്പിലിടാൻ നോക്കുന്നു. പിടിവീഴാതിരിക്കാൻ ഞാനും ഒന്ന് നോക്കട്ടെ. ശരി, നമുക്ക് തുടങ്ങിക്കളയാം. ചോദ്യങ്ങൾക്ക് വ്യക്തമായും കൃത്യമായും മറുപടി പറയണം. എന്താ നിന്റെ പേര്? മറുപടി പറയണം. അത് നിങ്ങൾക്ക് അറിയില്ലേ? ചോദ്യങ്ങൾ ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ്. മറുപടി പറയടി. സുസ്മിത. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ പേര്? രാജശേഖരൻ, സരള. ഭർത്താവിന്റെ പേര്? രോഹിത്. രോഹിത്തിനെ എന്തിനാ നീ കൊന്നത്? ഞാൻ രോഹിത്തിനെ കൊന്നിട്ടൊന്നുമില്ല. തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ? എന്നാ തെളിയിക്ക്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണെന്നാണ് പറഞ്ഞത്. എന്നാലും മാഡം, ഒരു സംശയം. രോഹിത്തിനെ കൊന്നത് ഞാനാണെന്ന് നിങ്ങളുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മാഡം ഈ പ്രഹസനമൊക്കെ? എന്നെ അറസ്റ്റ് ചെയ്ത് നേരെ കോടതിയിൽ ഹാജരാക്കിയ പോരെ? ഓക്കെ, രോഹിത്തിനെ നീ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് താഴെ തള്ളിയിടുന്നത് പ്രീതി കണ്ടിരുന്നു അല്ലേ? അതിന് ഞാൻ രോഹിത്തിനെ തള്ളിയിട്ടിട്ടില്ലല്ലോ. ഓക്കെ, രോഹിത് വീണ ശേഷം വിഷ്ണുവിനെ ശാലിനിയെ വിവരമറിയിക്കാനായി ഓടിയ പ്രീതിയെ നീ തടഞ്ഞെന്തിനാ? അങ്ങനെ നടന്നിട്ടില്ലെന്ന് പറയാൻ നിനക്കാവില്ല. CCTV ഫുട്ടേജിൽ ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ആ, അങ്ങനെ നടന്നിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ ഭർത്താവ് വീണ വിവരം എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനല്ലേ നീ ശ്രമിക്കേണ്ടത്? സംശയം എന്താ? പക്ഷെ പ്രീതിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാ ഞാൻ അവളെ തടയാൻ ശ്രമിച്ചത്. മനസ്സിലായില്ല?
പ്രീതിയുടെ പ്രസവം കഴിഞ്ഞിട്ട് അധികം നാളായിരുന്നില്ല അപ്പോ. അത്രയും ദുർഘടമായ ഒരു പ്രദേശത്തൂടെ അതിവേഗം ഓടുന്നത് അപകടമാവെന്ന് എനിക്ക് തോന്നി. പ്രീതി നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞതോ? ആ, ഇക്കാര്യം തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ആ, മറ്റൊരു കാരണം കൂടി ഉണ്ട് മാഡം. പ്രീതിയുടെ കുഞ്ഞിന്റെ ജാതകത്തിൽ ഒരു ദോഷം ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ ജാതകദോഷം മൂലം അമ്മയ്ക്ക് ജീവഹാനി ഉണ്ടാവുന്നായിരുന്നു ജ്യോത്സ്യവിധി. അക്കാര്യം കൂടി എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ പ്രീതിയെ തടയാൻ ശ്രമിച്ചത്. ഇക്കാര്യം എന്താ സുസ്മിത നേരത്തെ പറയാതിരുന്നത്? അപ്പൊ എനിക്കത് ഓർമ്മ വന്നില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു അത്. അന്നത്തെ ഓരോ നിമിഷം ഓർമ്മിക്കാൻ കൂടി എനിക്ക് ഭയമാണ്. പിന്നീട് സുസ്മിത എന്തിനാ പ്രീതിയെ കൊല്ലാൻ ശ്രമിച്ചത്? ആ, ഞാനങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അതിന് തെളിവുണ്ടെങ്കിലോ? തെളിയിക്ക്. വേറൊന്നും എനിക്കറിയില്ല. ഇനി എന്താ അറിയേണ്ടത്? ഇല്ല, ഒന്നുമില്ല. ഹ, എന്തെങ്കിലും ചോദിക്കും മാഡം. മൈ ഫുഡ്. ചന്ദ്രബോസെ വിളിച്ചോണ്ട് പോവളെ. എണീറ്റ് പോ. സുസ്മിത വാ. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? വർഷങ്ങളായി ഒരുപാട് ക്രിമിനൽസിനെ കാണുന്നതല്ലേ മാഡം ഞാൻ. കറ തീർന്ന ഒരു ക്രിമിനലിന്റെ മാനറിസങ്ങളും ചലനങ്ങളും ആ കുട്ടിക്ക്. പക്ഷെ മെഡിക്കലി ഷീസ് ഇന്നസെന്റ്. നുണ പരിശോധന പരാജയപ്പെട്ടു. അവൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കാൻ നമുക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. യെസ്, അത് തന്നെയാണ് എന്റെ നിഗമനം. അവള് പറഞ്ഞ ഓരോ വാക്കും കള്ളമാണ്. പക്ഷെ അത് തെളിയിക്കാൻ നമുക്ക് മാർഗമില്ല. അവളുടെ മനസ്സിനും മെഡിക്കൽ സയൻസിനും ഇടയിൽ എന്തോ ഒരു മറ. വാട്ട് ദ ഹെൽ ഇസ് ഇറ്റ്? അത് പൊളിച്ചു ചിറ്റപ്പ. ആ ടാബ്ലറ്റ് ഇത്രയും ഫലം ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ഒന്ന് പതുക്കെ പറയടി, ആരെങ്കിലും കേൾക്കും. കേട്ടാൽ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. അവള് ആ ശ്രീരഞ്ജിനി എന്ത് കാണിക്കാനായിട്ടാ? നീ അവളെ അങ്ങോട്ട് കയറി പ്രകോപിപ്പിച്ചപ്പോ ഞാൻ ഒന്ന് ഭയന്നു. എങ്ങാനും കാര്യങ്ങൾ കൈവിട്ട് പോയാലോ ഒന്ന്. ഹാ, ആദ്യം എനിക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലയ്ക്ക് ആകെ ഒരു മരവിപ്പ്, 2 സ്മോൾ അടിച്ച പ്രതീതി. പിന്നെ ഒരു സിനിമ കാണുന്ന ഹരത്തിലായിരുന്നു ഞാൻ. അവളിരുന്ന് ചമ്മെന്ന് കണ്ടപ്പോ എന്റെ ത്രില്ല് കൂടി. ഒരു പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറെയൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടൂ. സംഭവം ഉഷാറായി. ചിറ്റപ്പന് എവിടുന്ന് കിട്ടിയ ടാബ്ലറ്റ്? ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാടി. അർജുൻ, ഞാൻ എന്താ പുറത്തേക്ക് വരിക? എടുത്തു പിടിച്ചോണ്ടുള്ള വരവായിരുന്നല്ലോ. ഇപ്പൊ അട്ട ചുരുണ്ടതുപോലെ ചുരുണ്ടത് കണ്ടോ? അല്ല, ആരാടി അർജുൻ? പ്രീതിയുടെ ഹസ്ബൻഡാ. വിഷ്ണുവേട്ടനെ ശാലിനി ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ അവനെ കൊണ്ടാ ശല്യം. ഞാനെന്തോ മഹാപരാധം ചെയ്തെന്നോ അവനത് കണ്ടുപിടിക്കുന്നുള്ള മട്ടിൽ മണപ്പിച്ച് നടക്കുക എന്റെ പിന്നാലെ.
പ്രീതിയെ ജീവനോടെ വെച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. ആ പാറപ്പുറത്ത് അവളെ എനിക്ക് തനിച്ചു കിട്ടിയപ്പോ കല്ലിന് മുകളിൽ 2 ഇടി കൂടുതൽ ഇടിച്ചാ മതിയായിരുന്നു അവളുടെ തല. എങ്കിൽ കോമയ്ക്ക് പകരം അവളെ മേലോട്ട് കെട്ടിയെടുത്തേനെ. ഹാ, ഇനിയും സമയമുണ്ടല്ലോ. എന്നെ ചെകിട്ടത്തടിച്ച് പുറത്താക്കിയ സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് ഇന്നൊന്ന് വിരിഞ്ഞു നിൽക്കണം എനിക്ക്. അവരാരതി ഒഴിഞ്ഞ് തിരികെ കയറ്റും എന്നെ വീട്ടിലേക്ക്. പിന്നെ തീർത്തോളാം സുസ്മിത ഓരോരോ കണക്കുകൾ. വലത് ദാഹിക്കുന്നല്ലോ ചിറ്റപ്പാ. നീ ആ റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കുക. ആ ടാബ്ലറ്റിന്റെ ദാഹം കൂടും. നന്നായി വെള്ളം കുടിച്ചോണം. ചെല്ല്. ഇതുകൊണ്ടൊന്നും ആയില്ല ശ്രീരഞ്ജനി. നീ ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞതിന് നിന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. മാനനഷ്ടത്തിന് വനിതാ കമ്മീഷൻ മുതൽ സുപ്രീം കോടതി വരെ സുസ്മിതയെ കൊണ്ടുപോയി ഞാൻ. സുസ്മിതയുടെ ചിറ്റപ്പൻ തന്നെയാണ് ഈ ചന്ദ്രബോസ്.